സുരേഷയുടെ രാജ്യ താല്പര്യത്തിനായി പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം സഹകരിക്കണമെന്നാണ് ശശി തരൂരിന്റെ പുതിയ കമന്റ്. ഇത്രയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു എംപിയെ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ ഇനി സഹിക്കേണ്ട കാര്യമുണ്ടോ പാർട്ടി? സഹിക്കേണ്ട കാര്യമില്ല, പക്ഷെ അവർക്ക് സഹിക്കാതിരിക്കാനും പറ്റില്ല. അതാണ് അവസ്ഥ. ശശി തരൂരിനെ ഇപ്പം പുറത്താക്കുക, ശശി തരൂരിന് വേണ്ടത് അവർ ശശി തരൂരിനെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ശശി തരൂരിന് വേണ്ട ഒരു ആവശ്യം. അവർ ശശി തരൂരിനെ പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കൂളായിട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് മാറും. ബി ജെ പി അയാൾക്ക് നല്ലൊരു പൊസിഷനും കൊടുക്കും. അയാൾക്ക് വേണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നല്ലൊരു സ്ഥാനം കൊടുക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ അയാളെ മത്സരിപ്പിക്കാം. അത് അവർക്കൊരു നേട്ടവും ഉണ്ടാവും. അതാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അയാളെ എടുത്ത് പുറത്ത് കളയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ടാണ്. കളയാതിരിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിൽ ഇരിക്കുന്ന ഒരവസ്ഥയിൽ കോൺഗ്രസ് നിലവിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇത് തരണം ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യണം, അതുകൊണ്ടാണ് അവർ വാ തുറക്കാതെ തന്നെ ഇരിക്കുന്നത്. തരൂർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പൊക്കോട്ടെ എന്നുള്ളൊരു ലൈനിലിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. അവർക്ക് പെട്ടെന്ന് ശശി തരൂരിനെ പുറത്താക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു വീഴ്ചയും കൂടെ അല്ലേ ഒരു ഇങ്ങനെ നിരന്തരം ഒരു സംഘടനയ്ക്കെതിരെ അതിനകത്ത് നിന്ന് തന്നെ ഒരു നേതാവ് വെല്ലുവിളി ഉയർത്തുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശീയ തലത്തിൽ അതിന് ശക്തമായ ഒരു നേതൃത്വമില്ല എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നരസിംഹറാവുവിൻ്റെ കാലം വരെ പറയാം. അതിനുശേഷം ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് നമ്മളൊക്കെ വെറുതെ പറയുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് ഒരു അദൃശ്യമായിട്ടൊരു ശക്തിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരു കരുത്തുമില്ല. ഇപ്പോൾ കേരളത്തിലെ കഥ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു കഴിവുമില്ലാത്തത് കൊണ്ടാണ്. ഹൈക്കമാൻഡിന് കഴിവുണ്ടായിരുന്ന സമയത്ത് ഇതിനേക്കാളും ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ദേശീയ തലത്തിലുള്ള നേതൃത്വത്തിന് ഒരു ശക്തിയുമില്ല. ആ ശക്തിയില്ലാത്ത നേതൃത്വത്തിന് ഈ താഴെത്തട്ടിലുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ നമ്മുടെ KPCCയുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? ശശി തരൂരിനോട് ഈ രീതിയിലൊരു പ്രസ്താവനകൾ ഇനി നടത്തരുത് എന്ന് പോലും പറയാൻ KPCCക്കും പറ്റുന്നില്ല. അല്ല, KPCCക്ക് പറ്റില്ല. അയാൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അയാൾക്ക് അതുകൊണ്ട് തന്നെ KPCCക്ക് അത് പറയുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാർ പലരും ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ അദൃശ്യ ശക്തിയോട് പല പ്രാവശ്യവും അവർ ആവശ്യപ്പെട്ടതാണ് ഇയാളെ നിയന്ത്രിക്കണമെന്ന്. സർവശക്തനായിട്ട് നടക്കുന്ന AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പോലും അക്കാര്യത്തിലൊരു പ്രതികരണം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഒരു വലിയ പ്രശ്നമൊന്നും ആകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ആ പാർട്ടി അത്ര വലിയൊരു ശക്തിയുള്ളൊരു പാർട്ടിയാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. ഇത് ഇപ്പം ദക്ഷിണേന്ത്യയിലെ ചില പോക്കറ്റുകളിൽ മാത്രമുള്ള ഒരു പാർട്ടി മാത്രമായിട്ടാണ് ഞാൻ കോൺഗ്രസിനെ ഇപ്പോൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് അതേസമയം കേരളത്തിൽ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന കേരളത്തിലെ കോൺഗ്രസിന് വലിയ തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കും. അത് പ്രത്യേകിച്ചും ശശി തരൂരിൻ്റെ പ്രസ്താവന എന്നുള്ളതല്ല, ശശി തരൂരിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ ശശി തരൂർ ഇപ്പം മോദി സ്തുതി നടത്തുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്നെല്ലാം വിമർശനം വരുമ്പോഴും തരൂർ പറയുന്നത് ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, രാജ്യ താല്പര്യം മുൻനിർത്തിയാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. പല കമന്റുകളും നമുക്ക് കേൾക്കുമ്പോൾ തോന്നും രാജ്യത്തിന് വേണ്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടയിലും ഇങ്ങനെ ഒരു ചിന്ത ശശി തരൂരിന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവാം. എന്തെന്ന് പറഞ്ഞാൽ ശശി തരൂർ ബേസിക്കലി ഒരു പൊളിറ്റീഷ്യൻ അല്ല, അയാളൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അയാളൊരു നയതന്ത്രജ്ഞൻ ആ ഒരു തലത്തിലാണ് അയാളെ കണ്ടിട്ടുള്ളത്. വലിയൊരു ബ്യൂറോക്രാറ്റിൻ്റെ നമുക്കൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് രാഷ്ട്രീയക്കാരെല്ലാവരും മോശക്കാർ, പിന്നെ അരാഷ്ട്രീയവാദികളായ മറ്റേ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്, ഇപ്പോൾ ഉണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ശശി തരൂർ. ശശി തരൂരിന് ഈ ഗാന്ധി കുടുംബമായിട്ടോ അല്ലെങ്കിൽ നെഹ്റു കുടുംബമായിട്ടോ അത്ര വലിയ താല്പര്യമുള്ള ആളുമല്ല, കോൺഗ്രസുമായിട്ട് അത്ര വലിയ താല്പര്യമുള്ള ഒരാളാണെന്നും ഞാൻ കരുതുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ അയാൾ മുമ്പ് തന്നെ നെഹ്റുവിനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തിലുള്ളവരെ കോമഡിയാക്കി നോവൽ എഴുതിയിട്ടുള്ള ആളാണ് ശശി തരൂർ. അപ്പോൾ ശശി തരൂരിന് അങ്ങനെ കോൺഗ്രസിനോട് അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ശശി തരൂരിന് ആ സാഹചര്യത്തിൽ കിട്ടിയ വലിയൊരു ലോട്ടറി ആയിരുന്നു ഇവിടുത്തെ സീറ്റും അത് കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടിയ സ്ഥാനങ്ങളും.
അത് കഴിഞ്ഞതിന് ശേഷം അയാളെ തീർത്തും അവഗണിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് അയാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ട്. അതിൻ്റെ ഭാഗവും കൂടിയാണ്, ആ ഒരു ചുരുക്ക് കൂടിയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ശശി തരൂരിന് ഒരു പൊളിറ്റീഷ്യനായിട്ടല്ല ശശി തരൂർ എപ്പോഴും സംസാരിക്കുന്നത്. ശശി തരൂർ ഇപ്പോഴും സംസാരിക്കുന്നത് ഞാനൊരു വലിയ നയതന്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ UN-ൻ്റെ അണ്ടർ സെക്രട്ടറിയാണ് എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അയാൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും. അല്ല, അപ്പോഴും ശശി തരൂർ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു നന്ദികേടല്ലേ? അയാൾക്ക് ഇത്രയും തവണ തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിക്കുന്നതിനടക്കം പ്രവർത്തിച്ച കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യപ്പെടുന്നതിനും അയാൾ മറുപടി പറയുന്നത്. ശശി തരൂർ എപ്പോഴും ആ തരത്തിൽ തന്നെയാണ്. ശശി തരൂരിൻ്റെ ഇവിടെ നിന്ന് ജയിച്ചു പോകുമ്പോൾ ശശി തരൂർ എപ്പോഴും ഒരു വലിയ മാടമ്പിയെ ഒരു ലൈനിൽ തന്നെയാണ് ശശി തരൂർ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരോട് എന്നും പെരുമാറിയിട്ടുള്ളത്. അയാൾക്ക് ഒരു ചെറിയ കോക്കസ് ഉണ്ട്. ആ കോക്കസിൻ്റെ അടുത്തല്ലാതെ ബാക്കിയുള്ളവർ ആരെയും അയാൾ അംഗീകരിക്കാറില്ല. അവരെയൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവരോടൊക്കെ പെരുമാറുന്നത്. അതുമാത്രമല്ല, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അങ്ങനെ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നേട്ടം ഉണ്ടാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ ഈ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആക്കിയിട്ട് മറ്റേ യുവജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയത്. അതൊക്കെ പാളിയും പോയി. അല്ലാതെ ശശി തരൂർ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടോ കേരളത്തിലെന്നല്ല, രാജ്യത്ത് തന്നെ സാധാരണക്കാരായ പ്രവർത്തകരോ നേതാക്കളോ ആയിട്ട് അങ്ങനെ ഒരു സിങ്കായി അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു നന്ദിപൂർവ്വം പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു സമയത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ നടന്ന ആളാണ്. അല്ല, അയാൾക്ക് അത് ഇപ്പോഴും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കാം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അയാൾ ഇത് പറയുന്നത്. പക്ഷേ ഇനി കോൺഗ്രസിൻ്റെ പറ്റൂല. ചിലപ്പോൾ വേണമെങ്കിൽ ഈ തരത്തിൽ പോയി അയാളെ ഒന്ന് പുറത്താക്കി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ BJP-യുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJP-ക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ ഉയർത്തി കാണിക്കുക. പക്ഷേ അതൊക്കെ ഫലപ്രദമാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഈ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ് കേരളത്തിൽ. ദേശീയ തലത്തിലും അത് തന്നെയാണ് ഏറെക്കുറെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും സംഘടനയെ വളർത്താനോ അല്ലെങ്കിൽ ഇത്തരം അച്ചടക്കരഹിതമായ പ്രവർത്തനങ്ങളെ ഒന്ന് നിയന്ത്രിക്കാനും അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു തിരുത്തലിനൊന്നും ശ്രമിക്കാതിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താവും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അവസ്ഥ അതാണല്ലോ. അതായത് കോൺഗ്രസ് സംഘടനാപരമായി ഒരു കാര്യങ്ങളും ചിന്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണല്ലോ കോൺഗ്രസിന്റെ അവസ്ഥയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. കോൺഗ്രസ് ഇങ്ങനെയൊന്നും അല്ലല്ലോ സംഘടനാപരമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. കോൺഗ്രസ്സിന് എവിടെയെങ്കിലും ഇപ്പം കേരളത്തിൽ അങ്ങിങ്ങി ചില പോക്കറ്റുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ കമ്മിറ്റികളോ മറ്റുമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ രാജ്യത്താകമാനം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഇപ്പം പഴയതുപോലുള്ള സംഘടനാ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട്. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്നുള്ള ലൈനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാരെയും നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കറിയാം രാജസ്ഥാനിലെ ഭരണം ജനങ്ങൾ BJP-യെ വെറുത്തിട്ടാണ് കോൺഗ്രസ്സിന് കൊടുത്തു. ആ കോൺഗ്രസ് തിരിച്ചതിനെ വീണ്ടും കൊണ്ടുവന്ന് BJP-യുടെ കയ്യിൽ കൊടുക്കുന്ന അവസ്ഥ അവർ തന്നെ സ്വയം സൃഷ്ടിച്ചതാണ്. ഇതാണ് അവർ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അവർക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ദേശീയ തലത്തിൽ ഈ പാർട്ടിയെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സംവിധാനം അവർക്കില്ല. അവർ മറ്റുള്ളവരെല്ലാവരും കുറ്റം പറയുമ്പോഴും സ്വന്തം പ്രശ്നം എന്താണെന്നുള്ളത് നോക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ തരൂരിൻ്റെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തരൂർ വിചാരിക്കുന്നത് ഞാൻ വലിയ മഹാനാണ്, ഞാൻ മറ്റേ UN-ലെ അണ്ടർ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ട് വന്ന ആളാണ്, പക്ഷേ എന്നെ ഇവിടെ ഭയങ്കരമായിട്ട് അവഗണിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നിര വളരെ ശുഷ്കമായിരിക്കുന്ന അവസരത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ആ സ്ഥാനം ഏറ്റെടുത്തില്ല. അപ്പോൾ ഇയാൾ വിചാരിച്ചെന്താണ്, അത് ഇയാൾക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു തലയെടുപ്പുള്ള നേതാവാണല്ലോ. ഇയാൾ പാർലമെൻറ്റിലൊക്കെ അതിന് മുമ്പ് കുറേ കാലമൊക്കെ BJP-ക്കെതിരെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുമുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ BJP-യെ മറ്റേ സ്വച്ഛ് ഭാരതൊക്കെ വന്നപ്പോഴത്തേക്ക് പുകഴ്ത്തിയെങ്കിലും പാർലമെൻറ്റിൻ്റെ അകത്തൊക്കെ അന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇയാൾ ആദ്യഘട്ടങ്ങളിലൊക്കെ കുറേ നല്ല BJP-ക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാളെ പരിഗണിക്കുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അയാളെ പരിഗണിച്ചില്ല. അത് മാത്രമല്ല, അയാൾക്ക് അർഹതമായ ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അയാൾ മറ്റേ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനിൽ മത്സരിച്ചതിന് ശേഷം അയാളെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് പുള്ളിക്കുള്ളത്. പക്ഷേ തിരിച്ചുള്ളത് എന്താണ്, ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടിയിട്ട് നടന്ന രമേശ് ചെന്നിത്തലയെ പോലും സ്ഥിരം ക്ഷണിതാവാക്കിയാണ് വെച്ചിരിക്കുന്നത് പ്രവർത്തക സമിതിയിൽ. എത്രയോ വർഷത്തിന് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവർത്തക സമിതിയിലെത്തിയ ആളാണ് രമേശ് ചെന്നിത്തല. ആ ആൾ പോലും ഇപ്പോഴും ക്ഷണിതാവാണ്. അവിടെയാണ് ഇയാൾക്ക് സ്ഥിരം അംഗത്വം കൊടുത്തിരിക്കുന്നത്. അപ്പം അയാളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് ആവശ്യമായ പരിഗണന കിട്ടുന്നില്ല, ഞാനെന്തോ വലിയ ആളാണ്, ആ പരിഗണന എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം. അത് പരിഹരിക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിയുന്നില്ല, ഇയാളെ നിലയ്ക്ക് നിർത്താനും കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഇത് തന്നെയാണ് വല്ലാത്തൊരവസ്ഥയാണ്. ശബരിമലയും മറ്റു കാര്യങ്ങളുമൊക്കെ അനുകൂലമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ്സിനുണ്ട്, കുറേയെങ്കിലുമൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ടുള്ളൊരു പ്രചരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിനുള്ള എല്ലാ വഴിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ മാക്സിമം കൊണ്ടുവരിക എന്നുള്ളത്. അതാണ് ഈ SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളും രഹസ്യബാന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ വയ്ക്കുന്നത്. ഈ ശശി തരൂരിൻ്റെ വിഷയം ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2015 പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റേ JNUവിലെ ബീഫ് വിഷയം വന്നല്ലോ, അതുപോലെ ഇത് മാറാതിരുന്നാൽ കോൺഗ്രസ്സിന് കൊള്ളാം, അത്രേ നമുക്ക് പറയാൻ പറ്റും.